trying. Tell me what's got you hiding. What's all on your mind when you can't see? I could see that you're holding back and not showing. What's all on your mind when you're with me? I just wanna tell you now, I would never let you down. If you feel like you're falling to the ground, you don't wanna take that chance, thinking I won't understand. But honestly, I promise you I can. Take my hand, believe me when I say I'm here for you always. Take my hand, and everything could change, but one thing stays the same. I'm here for you always. I'm here for you always. I'm here for you always. Hear the waves of the ocean, they will never stop flowing. It helps when you feel uncertainty. I just wanna tell you now, I would never let you down. If you feel like you're falling to the ground, take my hand, believe me when I say I'm here for you always. Take my hand, and everything could change, but one thing stays the same. I'm here for you always. 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 Take my hand, believe me when I say I'm here for you always. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് മനുഷ്യനെ സൃഷ്ടിക്കുകയും കുടുംബത്തെ സ്ഥാപിക്കുകയും കർത്താവായ ഈശോയിലൂടെ വിവാഹമെന്ന കൂദാശ സ്ഥാപിച്ച് ഞങ്ങളെ ദൈവിക മനുഷ്യരാക്കി അങ്ങയുടെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യുന്നതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹമെന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാനായി ഞങ്ങളെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ലീഷ്മയെ കർത്താവായ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലീഷ്മയുടെ പ്രിയപ്പെട്ട പ്രതിശ്രുത വരനായിരിക്കുന്ന കെവിനെയും അവരുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ബന്ധുക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് അങ്ങയുടെ സ്നേഹത്തിനായി യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഇവരുടെ പുതിയ ജീവിത ബന്ധാവിൽ അങ്ങയുടെ സ്നേഹവും നിരന്തരമായ സംരക്ഷണവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയെ തിരു കുടുംബത്തിൽ എന്നതുപോലെ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും ഈ മക്കളോടുകൂടി ഉണ്ടായിരിക്കണമേ. കാനായിലെ വീട്ടിലെന്നതുപോലെ ഈ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. തിരു കുടുംബത്തിന്റെ തലവനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഈ മക്കളെയും ഇവർ ആരംഭിക്കാൻ പോകുന്ന കുടുംബജീവിതത്തെയും ഇവരുടെ ഭാവി ജീവിതം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ എപ്പോഴും
തിരുക്കുടുംബത്തിൽ എന്നതുപോലെ വലിയ ശക്തിയായി ഇവരോടുകൂടി ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കാൻ ഈ ദിവസവും ഇന്ന് നടക്കാൻ പോകുന്ന തിരുക്കർമ്മങ്ങളും ചടങ്ങുകളും എല്ലാ പരിപാടികളും ദൈവാനുഗ്രഹം നിറഞ്ഞതാകുവാനും നന്നായിരിക്കാനുള്ള അനുഗ്രഹം പ്രത്യേകമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ Blessed be the Lord God Almighty, who reigns forevermore. Blessed be the Lord God Almighty, who was and is and to come. Blessed be the Lord God Almighty, who reigns forevermore. Father in heaven, how we love you. We lift your name in all the earth. Starlight raining over me, like drifting through a memory. Wake up in your crystal sky, we're floating just to feel alive. Starlight raining over me, like drifting through a memory. Wake up in your crystal sky, float until we fly. Slowly falling through the night, illuminating coastline. പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം, അനുഗ്രഹം ചൊരിയുന്ന സമയം. പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം.
ഈ കാര്യത്തിൽ അച്ഛന്മാരോട് നിൽക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ക്ഷമയോടുകൂടിയായിരിക്കും നിൽക്കുക. കാരണം ആ കുടുംബത്തോടുള്ള ബന്ധമാണ് അച്ഛന്മാരുടെ ആയിരിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ കുറേ ഉണ്ടാകണം, കുറേ അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഉണ്ടാകണം, അതുവഴി ആഗ്രഹിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അച്ഛന്മാർ സിസ്റ്റേഴ്സ് സഭയ്ക്ക് ആവശ്യമാണ്. അതിൽ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തെ സന്നിധിയിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കണ്ടുപിടിക്കാൻ മനസ്സിലാക്കാമാക്കാം. ഈ പ്രഭാതത്തിലെ ഈ ധാരയിൽ ഈ രണ്ട് മക്കളും കർത്താവിനെ സുവിശേഷ സാക്ഷ്യപ്പെടുത്തി ഇന്നു മുതൽ മരണം വരെ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വസ്തയിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും രാജ്യത്തിലും എല്ലാം ഒരു മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് കർത്താവിന്റെ വചനത്തോട് സാക്ഷ്യപ്പെടുത്തി പുതിയ പുതിയ പ്രദേശങ്ങൾ കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാൻ. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിച്ച് തകരാതെ തളരാതെ ഒരുമയോടുകൂടി നമ്മെ പ്രകൃതി അനുഗ്രഹിക്കണമേ എന്ന് വിശ്വാസത്തോട് ഒരുമയോടുകൂടി പ്രാർത്ഥിച്ചു. പിതാവിന്റെയും നാമത്തിൽ പരിശുദ്ധ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസർ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാലെ മധുരന്മാരെ സമ്പന്നരാക്കി അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന്റെ നന്ദിക്ക് ഈ കുദാശയോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെ ഹൃദയത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷയുടെ ഗുണവാട്ടിയാൽ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോടികളായ കന്യകമാർ അവിടെ അനുഗമിക്കും. അവർ ഉല്ലാസഭദ്രനായ രാജ്യത്തിൽ പ്രവർത്തിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ കിടന്നു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യ തമ്പുകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷയുടെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കും. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. എല്ലാ സഹായികളും സകല ഞങ്ങൾ അംഗീകരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അംഗസകലരുടെയും പരിശുദ്ധാത്മാവായ സർവേശ്വരായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. പിന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നാരും ചെയ്ത വിഷയം നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനും
നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവൈശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അതവർ നിങ്ങളോട് ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യമായ ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായമായ കൃപയ്ക്ക് തുല്യ അവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ദൈവം നൽകും വചനം, ദൈവവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അധ്യായം 10 2 മുതൽ തിരുവചനങ്ങൾ. പരീക്ഷയിൽ വന്ന ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? യേശു അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു അവളോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവർ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്തെന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെട്ടാതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈ സന്തോഷത്തിന് കാരണം
കെവിൻ ഭീഷ്മ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. യാതൊരു സംശയവും നിങ്ങൾക്ക് സന്തോഷമാണോ അല്ലേ? നമുക്ക് നിങ്ങളറിയാം, വളരെ സന്തോഷമാണ്. എന്നാൽ ചില പ്രാവശ്യ അപ്പച്ചന്മാർ അവരൊക്കെ നേടാൻ കാര്യങ്ങൾ കേൾപ്പിച്ച് ഇരിക്കുന്ന മുഖഭാവം ഞാൻ വായിക്കുകയാണ്. ഞാനോ മോനെ പെട്ടുപോയി, നീ പെടുകയാണോ എന്ന ചിന്തയിലാണ് ഇന്നത്തെ സന്തോഷത്തിൻ്റെ വലിയ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഇന്ന് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്നവരുടെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ എന്ന ആ വലിയ ആഭാസത്തോടെ പവിത്രമായ വിവാഹ ജീവിതത്തെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റുന്ന വ്യക്തികളുടെ എണ്ണം ലോകമെമ്പാടും വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ ഇന്നലെയോ ഏതാനും ആഴ്ചകൾ മുമ്പോ ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഏതോ ഒരുത്തന്റെ ചിരിയും മോഹനമാക്കാനും ഇട്ടുകൊണ്ട് കഴിഞ്ഞ 20-25 വർഷങ്ങൾ നൊമ്പരത്തോടെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ ഏതോ മരത്തിന്റെയോ അമ്പലനടയിലെയോ പൊന്നാനിയിലോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലോ മാതാപിതാക്കളുടെ അറിവ് കൂടാതെ വിവാഹം അല്ലെങ്കിൽ മാലയാക്കുന്ന വ്യക്തികളുടെ എണ്ണവും വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട കെവിൻ ഭീഷ്മ, നിങ്ങളുടെ വിവാഹം ഞങ്ങൾക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുകയാണ്. കർത്താവിന്റെ പരിശുദ്ധമായ വെളിപ്പെടുത്തൽ മുന്നിൽ വെച്ച് മാതാപിതാക്കളുടെ പൂർവികരുടെ കുടുംബാംഗങ്ങളുടെ ആശീർവാദത്തോടുകൂടെ അനുഗ്രഹത്തോട് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറാവുകയാണ്. അത് നിങ്ങളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. മനുഷ്യജീവിതം വലിയ തെരഞ്ഞെടുപ്പിന്റെ സമാധാനമാണ്. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചത് തന്നെ വളരെ വലിയ തോതിൽ ആ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കുടുംബക്കാർ ചേർന്ന് അതിനെ അനുകൂലമായിട്ടുള്ള ഈ ദിവസം 2026 ജനുവരി 3-ാം തീയതി ഈ ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് വിവാഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ്. ഈ വിവാഹത്തിന് ശേഷം ഏത് നാളിൽ പോകണം, ആരൊക്കെ കാരണമുണ്ടാകണം, ദേവാലയത്തിൽ എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം, അതിനെ മറ്റു ആരൊക്കെ ഏൽപ്പിക്കണം, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. ഭീഷ്മയുടെ ഈ മനോഹരമായ ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ സഹോദരന്മാർ പോയി വലിയ ശേഖരത്തിൽ നിന്നും വേണ്ട തെരഞ്ഞെടുപ്പിലൂടെ ഡ്രസ്സ് ഭീഷ്മ. ഇതിന്റെ ഓപ്ഷനുണ്ട്, ധാരാളം ഓപ്ഷനുണ്ട്. നിങ്ങൾ ടി വി വാങ്ങി കേടുവന്ന് മാറ്റിയെടുക്കാം, ഫ്രിഡ്ജ് വാങ്ങി കേടുവന്ന് മാറ്റിയെടുക്കാം, വാഷിംഗ് മെഷീൻ കേടുവന്ന് മാറ്റിയെടുക്കാം. എന്നാൽ ഭാര്യ കേടുവന്നാൽ മാറ്റിയെടുക്കാൻ പറ്റുകയില്ല, ഭർത്താവ് കേടുവന്നാൽ മാറ്റിയെടുക്കാൻ പറ്റുകയില്ല. ഇതിന് ഓപ്ഷനില്ല. ഓപ്ഷനില്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളെ ഞാൻ ഇവിടെ സൂചിപ്പിക്കണം. ഒന്ന്, നിന്റെ രക്ഷകനായി യേശുവിനെ തിരഞ്ഞെടുക്കുക. 2, നിന്റെ ജീവിതാവസ്ഥ ബന്ധമായിരിക്കേണ്ട ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക. ഇത് രണ്ടിനും നോ ഓപ്ഷനില്ല. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് പാടിപ്പോയാൽ നിനക്ക് നിത്യജീവൻ നഷ്ടപ്പെടും. രണ്ടാമത്തെ ഓപ്ഷൻ പാടിപ്പോയാൽ ഈ ലോക ജീവിതം അർത്ഥശൂന്യമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നല്ല വിവാഹത്തേക്കുള്ള ആ തിരഞ്ഞെടുപ്പ് ദൈവാനുഗ്രഹമാണ്, പ്രാർത്ഥനയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവയാകണം. ദൈവരൂപിൽ പ്രാർത്ഥിച്ചുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കെവിൻ ഭീഷ്മയുടെ ഈ തിരഞ്ഞെടുപ്പ് അപ്രകാരമാണ് ഞാൻ ചിന്തിക്കുക. പ്രിയപ്പെട്ട മക്കളെ, സ്വപ്നമല്ല ജീവിതം, നിങ്ങൾ സ്വപ്നങ്ങളാണ്. സ്വപ്നത്തെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ
അവിടെ ജീവന യാഥാർത്ഥ്യങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുകയാണ്. നിങ്ങൾ പക്ഷേ ഒരു വലിയൊരു മെത്രാപ്പോലിത്ത കേരളത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അറിയാം, ക്രിസ്തോസ് മെത്രാപ്പോലിത്ത അദ്ദേഹം വലിയ തമാശക്കാരനാണ്. അദ്ദേഹത്തിനിടയിൽ ഒരു പുത്തമണക്കാരൻ വന്ന് തിരുമേനി, എൻ്റെ മകന് യോജിച്ചൊരു ഭാര്യയുണ്ട്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു. നല്ല ആപ്പിൾ പോലത്തെ കളറുണ്ടാകും, 5 അടി 4 ഇഞ്ച് ഉയരം, ഡോക്ടറായിരിക്കണം, 50 ലക്ഷം രൂപ അറിയാമല്ലോ, സ്ത്രീധനമാണ്, നല്ല സ്വഭാവിയായിരിക്കണം. ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു, മോനെ ഇത് നടക്കുന്ന കാര്യമില്ല, ഇത് നടക്കുന്ന കാര്യമല്ല. ശിവന്റെയും ഈശ്വരനകത്ത് കുറേയൊക്കെ നടന്നിട്ടുണ്ട്, കളറും ഹൈറ്റും ജോലി കാര്യങ്ങളൊക്കെ. തിരുമേനി പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല. ഇങ്ങനെ സ്വപ്നം നടത്തുമായിരുന്നുവെങ്കിൽ 10-80 വയസ്സ് പ്രായമുള്ള ഒരു മെത്രാപ്പൊലിത്ത ഈ സ്വപ്നം നടത്തുമായിരുന്നെങ്കിൽ ഞാൻ ഈ കാഷായം ധരിച്ച് കാവ്യവസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുമായിരുന്നില്ലായിരുന്നു. വലിയ തമാശക്കാരാണ്. സ്വപ്നത്തിൽ കാണുന്ന പോലെ അർത്ഥം തെരഞ്ഞെടുപ്പ് നന്നാണ്. ഒരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇനിയൊരു ജന്മം ആയുസ്സുണ്ടെങ്കിൽ ഭാര്യ കസ്തൂർബ ഗാന്ധിയെ തന്നെ എനിക്ക് ഭാര്യ ലഭിക്കണം. പ്രിയപ്പെട്ട യുവാക്കളെ മാതാക്കളെ, ഇത് രക്ഷപ്പെടുത്തവരെ പറയാൻ സാധിക്കും. എത്ര തെരഞ്ഞെടുപ്പിൽ ജന്മമുണ്ടെങ്കിൽ ഈ വ്യക്തിത്വത്തിന്റെ ഭാര്യയെ ഭർത്താവായി സ്വീകരിക്കാൻ എനിക്ക് വേണമെന്ന് പറയുവാൻ സാധിക്കും. ഒരു കല്യാണം കൊണ്ടുവരാൻ സാധ്യത പോയേക്കാൾ ഇഷ്ടപ്പെട്ടുള്ള സർവ്വ സാധ്യതയുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവാനുഗ്രഹിയിൽ തെരഞ്ഞെടുപ്പ് സൗന്ദര്യം കൂട്ടിവയ്ക്കുന്ന വിവാഹങ്ങളുണ്ട്, സമ്പത്ത് കൂട്ടിവയ്ക്കുന്ന വിവാഹങ്ങളുണ്ട്, ജോലി, മറ്റു സാധ്യതകൾ ഇവയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന വിവാഹങ്ങളുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിവാഹമുണ്ട്. മറ്റെന്തെല്ലാം കടന്നു പോയാലും ദൈവം യോജിപ്പിച്ച വിവാഹത്തിന് ദൈവം തന്നെയാണ് ഉത്തരവാദി. ആ കുടുംബ ജീവിതത്തിലെ ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ദൈവം തന്നെ തുണയായി ഉണ്ടാകും, ആ കുടുംബത്തിന് അനുഗ്രഹമായിട്ടുണ്ടാകും. നമ്മളൊക്കെ കുടുംബ ജീവിതമായിരിക്കട്ടെ ഇതിനെ ആശംസിക്കുകയും വിവാഹ ജീവിതം ദൈവം യോജിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങളുടെ പ്രതിസന്ധിയിലും ദൈവം നിങ്ങൾക്ക് തുണയാകുക. ഇവിടെ കുറെ ചെറുപ്പക്കാരൊക്കെയുണ്ട്, അവരോടുള്ള വാക്ക് നിങ്ങളെ പോലെ അനുഗ്രഹമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ തങ്ങളുടെ മകനെയും മകളെയും കൈപ്പിച്ചു കൊടുക്കുവാൻ വിവാഹത്തിന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. പ്രിയ ചെറുപ്പക്കാരൊരിക്കലും നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് നിന്റെ അപ്പനെ കരയിച്ചുകൊണ്ടാകരുത്, നിന്റെ അമ്മയെ അപമാനിച്ചുകൊണ്ടാകരുത്, പരിശുദ്ധ സഭയെ തലവലിപ്പിച്ചുകൊണ്ടാകരുത്. എല്ലാവരെയും അനുഗ്രഹ ആശംസകൾ വേണം വിവാഹത്തിൽ പ്രവേശിക്കുവാൻ. ദൈവം സൃഷ്ടിച്ചു നല്ലത് എന്ന് അവർ പറഞ്ഞു. അവയെ സൃഷ്ടിച്ചു തക്ക തുടങ്ങി ആദ്യത്തെ നൽകി ദൈവം നല്ലത് എന്ന് പറഞ്ഞു. വിവാഹത്തിന് പോകുമ്പോൾ വളരെ മനോഹരമായ വിവാഹം ആഘോഷങ്ങളൊക്കെ, ഭക്ഷണം അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറയും ശരിയായില്ല. ആ എന്ന് പറഞ്ഞാൽ ദൈവം നല്ലത് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. അതിന് ലോകത്തിൽ ആരൊക്കെ ഇല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞത് നല്ലത് നല്ലതല്ല, അത് യാതൊരു മാറ്റമില്ല. ഈ വിവാഹം തീർച്ചയായിട്ടും
മലയാളികളുടെ അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്താലുമൊക്കെ കൃത്യമായിട്ടുള്ള ആരോഗ്യ ആശംസയോടെയാണ് നമുക്ക് ഓർക്കുന്നത്. അഭിവാദ്യവും അനുഗ്രഹമായി തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം നമ്മുടെ ബൈബിളിൽ തോപിക്കുന്ന പുസ്തകം 8-ാം അധ്യായം 4 തിരുവചനം കാണുന്നുണ്ടായി. തോബിയാസിന്റെയും സാറയുടെ വിവാഹം കഴിഞ്ഞു. ആഘോഷങ്ങൾ, ആഘോഷങ്ങൾ എല്ലാം തന്നെ ആൾക്കാരൊക്കെ പിരിഞ്ഞുപോയി. തോബിയാസും സാറയും മനോഹര ധരിച്ചായപ്പോൾ തോബിയാസ് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് മുട്ടുകൂട്ടി ദൈവകാര്യത്തിനായി പ്രാർത്ഥിക്കാം. പ്രിയമാതാക്കളെ, 10, 20, 50 വർഷം കഴിഞ്ഞ് വിവാഹിതായിട്ടുള്ളവരെ നിങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവകാര്യത്തിനായി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിച്ചതറിയോ? ദൈവമേ, ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ജാതികമായ അവകാശക്കാരല്ല, പരിശുദ്ധമായ പ്രേമത്താൽ എന്ന് പ്രാർത്ഥിക്കുന്നത് വലിയ സാമ്പത്തിക ബദ്ധതയെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ഒറ്റ കാര്യം പ്രാർത്ഥിക്കുന്നു. ഇവിടുന്ന് വാർദ്ധക്യത്തിൽ ചേരുവാൻ എന്നെ അനുവദിക്കുന്നത്. എന്റെ ഭാര്യയോട് വാർദ്ധക്യത്തിൽ ചേരുവാൻ എന്നെ അനുവദിക്കണം. എത്ര മനോഹരമായിട്ട് പ്രാർത്ഥന. കേവലം പ്രാർത്ഥിച്ചത് നല്ല ഭാര്യ കിട്ടാൻ വേണ്ടി ഉണ്ടോ? യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ? ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചത് നല്ല ഭാര്യ കിട്ടാൻ, നല്ല ഭർത്താവ് കിട്ടാൻ വേണ്ടി, കേവലം നല്ല ഭാര്യ കിട്ടാൻ വേണ്ടി. നേരെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ഭർത്താവായി ജീവിക്കുവാൻ എനിക്ക് കൃപ അറിയുന്നു. നല്ലൊരു ഭർത്താവായി ജീവിക്കുവാൻ എനിക്ക് കൃപ അറിയുന്നു. ഭാര്യ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു ഭാര്യയായി ജീവിക്കുവാൻ ഉള്ള കൃപ എനിക്ക് അറിയുന്നു. തീർച്ചയായിട്ടും ദൈവസാന്നിധ്യത്തിന്റെ കുടുംബത്തിലെ സദാ സമയമുണ്ടായ യാതൊരു സംശയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, തോബിയാസിന്റെ വിവാഹം കഴിഞ്ഞ ആഘോഷങ്ങൾ കഴിഞ്ഞു. മകളെ സാറയെ ഭർത്താവിനോട് സമയമായി തോബിയാസിനോട് വിവാഹത്തിൽ വരുമ്പോഴേ ഒത്തിരി ഉപദേശിക്കണമല്ലേ? ഇന്ന് ഉപദേശങ്ങൾ കുറവ്. ഭാര്യ ഭർത്താക്കളാകാൻ പോകുന്നവർക്ക് ധാരാളം ഉപദേശങ്ങൾ കിട്ടും. പല വഴിക്ക് കൂട്ടുകാരുടെ വേറെ, അമ്മായിമ്മയുടെ വേറെ. പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭാര്യയോട് പറയും, കാര്യമൊക്കെ കൊള്ളാം, ഭർത്താവിനെ പൂർണ്ണമാക്കാൻ ഇട്ട് അഴിച്ചു വിടരുത്, ഇത് വള്ളി ചരട് കയ്യിലുണ്ടാകും. ഭർത്താവ് പറയും, ഭാര്യയെ തലക്കെട്ടി വെക്കരുത്, ജീവൻ കുത്തിച്ചോളാം. സാറയുടെ അപ്പൻ നിർദ്ദേശിക്കുന്നു. നേരത്തെ പറഞ്ഞ തോബിയാസിന്റെ അമ്മായി സാറയുടെ തോബിയാസിനെ പറയപ്പെടുന്ന സമയമായപ്പോൾ സാറയോട് പേരാണ് പറഞ്ഞു, മകളെ, നിന്റെ ഭർത്താവിന്റെ തോബിയാസിന്റെ മാതാപിതാക്കളെ നീ ബഹുമാനിക്കണം. ഇനി ഞങ്ങളല്ല, അവരാണ് നിന്റെ അപ്പനും അമ്മയും മാതാപിതാക്കൾ. കുടുംബാംഗങ്ങളും ബന്ധുക്കൾക്കൊക്കെ നിങ്ങളോട് ആശംസിക്കുവാൻ പറയാനുള്ളതാണ്. കെവിൻ, ഇനി മുതൽ ലീഷ്മയുടെ മാതാപിതാക്കളും നിന്റെ മാതാപിതാക്കളാണ്. ലീഷ്മ കെവിന്റെ മാതാപിതാക്കളും ലീഷ്മയുടെ മാതാപിതാക്കളാണ്. നിങ്ങളെ കുറിച്ച് ദൈവം പറഞ്ഞതുപോലെ നല്ലത് എന്ന് പറഞ്ഞതുപോലെ നല്ലത് മാത്രം കേൾക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. യേശുവിന്റെ സമൂഹത്തിൽ വന്നിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവേ, ഈ പിതാവേ, രമ്യമാനമേ, കൃപയുണ്ടാകണമേ. പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച്
സ്വർഗീയതയിൽ പങ്കുകാരാകുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭിവൃദ്ധിയെ പറ്റി പഠിപ്പിച്ച വിശുദ്ധയെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടുകൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച വിശുദ്ധയെ തന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ, ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഹൃദയമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയുകയും അങ്ങയുടെ ദാസത്വവാദാനങ്ങൾ ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ധർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവനസഖി നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ യോഗ്യതയോടെ പരിഗണന ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ പ്രഭാവം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. പ്രിയപുത്രി ആത്മവിഭൂഷിതൾ മണവാട്ടി നിന്റെ ഗീത തിരുമണവാളൻ മണവറയിൽ നയിച്ചല്ലോ. അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ലക്ഷ്മയെ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ലക്ഷ്മ നിശ്ചിതായുടെ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കേൾവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹബന്ധത്തിൽ ഉടമ്പടിക്ക് സാക്ഷ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി ഇപ്പോൾ പരസ്പരം വലതുകരം ചേർത്തിരിക്കുന്നു. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബത്തിൽ നയിക്കുവാൻ നിങ്ങളെ വിവാഹത്തിൽ പ്രതിക്കുവാനാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ ഭാര്യയെ ആസ്വദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഭാര്യ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുവാനാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷത്തോടും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുറിച്ച് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ.
വിശ്വസ്തയുടെ അടയാളമായി പരസ്പരം അറിയിക്കുന്നു. ഈ മോദങ്ങൾ ആസ്വദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, മന്ത്രിയോടെ ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും നിന്നെ ധരിക്കുവാൻ പെരുമാറി അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് മഹത്വത്തിന്റെ വസ്ത്രമണിയെ വാഴുകയോ ഉണ്ടാക്കുകയോ ചെയ്യണമേ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറുപാടുകളെ ആസ്വദിച്ച് ശുദ്ധീകരിക്കണമേ. ഇത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദമ്പതിമാരെ അങ്ങ് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കൂ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ ഇനി മുതൽ മരണവരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ കൈവരിച്ച് ആശീർവാദം സ്വീകരിക്കുമേ. സർവശക്തനായ ദൈവമേ, അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ പരിശുദ്ധനായി പോകും നിങ്ങളുടെ കർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷവും സ്വീകരിക്കുന്നതിനും അവരെ ശക്തിയുടെ മാർഗത്തിൽ നയിക്കുന്നതും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായി എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി എന്നെ നീ
എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും സഹപാഠിയായ സെബാസ്റ്റ്യൻ്റെ മകൻ കെവിൻ്റെയും വിവാഹ കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ആത്മന ആശംസകൾ നിങ്ങൾ നേരുകയായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുക എന്ന ഒരു ലക്ഷ്യമാണ് ഇതിലേക്കുള്ളത്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് വിശുദ്ധബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചതും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള സന്ദേശം നൽകിയതും സെബാസ്റ്റ്യൻ്റെ വല്യപ്പന്മാരുടെ മക്കളായ മാനന്തവാടി രൂപതയിലെ രണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാരാണ്. അവർക്ക് നന്ദി പറയേണ്ടതില്ല. എങ്കിലും ആ കുടുംബാംഗങ്ങളുടെ പേരിൽ സ്നേഹത്തോടുകൂടി നന്ദി പറയുകയും എൻ്റെ വലതുഭാഗത്തുള്ളത് ബഹുമാനപ്പെട്ട നെല്ലിക്കലസിനാണ്. അച്ഛൻ മാനന്തവാടി രൂപത എന്നാണ്. അച്ഛൻ മാനന്തവാടി രൂപതയുടെയും വികാരി ജനറലായിരുന്നു. ഇപ്പോൾ അച്ഛൻ കുന്നോത്തുള്ള മേജർ സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ. അതുപോലെ തന്നെ വിൻസെന്റത്തിന്റെ തൊട്ടടുത്തുള്ള ആലുക്കാച്ചനെ ജോർജ് ആലുക്കച്ചനെ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ തന്നെ ആ നാട്ടിലെ ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്. അച്ഛനിപ്പോൾ പുൽപ്പള്ളിക്കടുത്തുള്ള ഉള്ളി വികാരിയായിട്ട് അച്ഛൻ സേവനം ചെയ്യുകയാണ്. അച്ഛൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ബഹുമാനപ്പെട്ട ചൂരപ്പുഴ അച്ഛനാണ്. ഞങ്ങൾ 1984 മുതൽ ഒന്നിച്ച് മനസ്സിനായി ചേർന്ന് പഠിച്ചവരാണ്. അച്ഛനിപ്പോൾ നമ്മുടെ രൂപതയിലെ സോഷ്യൽ സർവീസ് പ്രസ്ഥാനമായ WSSനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യോഗം എന്ന് പറയുന്ന ആഗ്രോ റിസർച്ച് കമ്പനി, എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഡയറക്ടറായിട്ട് അച്ഛൻ സേവനം ചെയ്യുന്നു. തൊട്ടടുത്തുള്ളത് ബഹുമാനപ്പെട്ട ജിനോദ് അച്ഛനാണ്. അച്ഛൻ മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ പ്രവർത്തന രംഗമായ WSSന്റെ ഡയറക്ടറാണ്. അച്ഛൻ്റെ മുൻ ഡയറക്ടറായിരുന്നു. അച്ഛൻ്റെ ഇടവക വികാരിയായിരുന്നു. അച്ഛൻ ഏജൻസി പഠിക്കുമ്പോൾ അച്ഛനോട് കൂടെ ആയിരുന്നു. ഇപ്പുറത്തുള്ള രാജേഷനെ നമുക്കറിയാം. നമ്മുടെ ഇടവകാംഗമാണ്. പൂരത്താനം കാലാട്ടി രാജേഷൻ. അച്ഛനെപ്പോഴും സ്കൂളിൽ സേവനം ചെയ്യുകയാണ്. തൊട്ടപ്പുറത്തുള്ളത് ബഹുമാനപ്പെട്ട ബാബു ചക്കിയച്ഛനാണ്. നമ്മുടെ ഇടവകാംഗമാണ്. മാനന്തവാടി രൂപതാംഗമാണ്. അച്ഛനെപ്പോൾ മാനന്തവാടി രൂപതയുടെ തന്നെ ഊട്ടിക്കപ്പുറത്തുള്ള കൂളൂരിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വികാരിയാണ്. കൂടാതെ മറ്റു മിത്രാദികളെല്ലാം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തുടർന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭീഷ്മയെ ഏൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഭീഷ്മയെ കൊണ്ടുപോയി നോക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ദേവസ്വയുടെ മക്കൾ സ്നേഹത്തോട് ഏൽപ്പിക്കുകയാണ്. ഇവർക്ക് നല്ലൊരു വിവാഹ ജീവിതം, കുടുംബ ജീവിതം തന്നെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് എല്ലാവർക്കും വേണ്ടി പറ്റി നന്ദി പറഞ്ഞ് കോട്ടക്കച്ഛനെ പറ്റിയും കുടുംബാംഗങ്ങളുടെ വേണ്ടി കൃഷി കുടുംബത്തിലേക്ക് പറ്റി നന്ദി പറയുകയാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിച്ചു കാണും. കൂട്ടാരച്ഛൻ കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ സംസാരിച്ചു പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിൽ മൂട് പോയി. എന്താണ് മൂട് പോയെന്ന് ചോദിച്ചപ്പോൾ സ്തുതി പതിയപ്പോൾ കൊടുപ്പോയി. നമുക്കറിയാം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ ത്യാഗത്തോടെ മകളെ പഠിപ്പിച്ച് വലുതാക്കി ഒരാളെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖത്തോടൊപ്പം തന്നെ സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും കൊച്ചി കുടുംബത്തിലെ സുരക്ഷിതമായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി കെവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസകൾ നേരുന്നു. അതോടൊപ്പം അച്ഛനോട് ഈ കല്യാണം നടത്തുവാനായിട്ട് കാരണം നമ്മുടെ സഭാശ്രീയേറ്റം കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ച ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ചെറുപ്പം മുതൽ. അതുകൊണ്ട് അവരുടെ ആഗ്രഹമായിരുന്നു കോളേജിലോട് കെട്ടിക്കണമെന്ന്. അത് സഫലമായി. ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുചേരുന്നു. എല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ നിന്ന് പങ്കാളിയാകുകയും ചെയ്ത അരുണവനായിട്ട് വിവാഹമായ ഉദാസ
നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. നിങ്ങളുടെ കാലത്തിന്റെ കലപ്പായിരിക്കട്ടെ. കർത്താവിന്റെ സംരക്ഷണത്തിന്റെ നല്ലവരെ കാത്തുകൊള്ളണമേ. അബ്രഹത്തെയും സാറായെയും അനുഭവിച്ചതേപോലെ ഐക്യത്തിലൂടെ പരിപാലനത്തിനെന്ന് പറയുന്നു. പിതാവുത്തങ്ങളുടെ വിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവെ ആസ്വദിക്കണമേ. നമ്മുടെ തിരുക്കുടുംബത്തിലെ നായകന്മാരുടെയും ഇവരുടെ കുടുംബശൈലത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥനായി അനന്തമായ സ്നേഹത്താൽ പുരുഷന സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കോലാശിയാൽ നിർബലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thought I'd seen it all till I saw you. London in the fall in Paris too. And I've climbed hills to castles in the snow. But you I can't let go. Thought I'd found everything till I found you. But I was lost at sea and I never knew. You take me places where the winds don't blow, so I won't let go. The fire and stone in places unknown. I'll never let go. I'll never let go. Thought I knew my way till I found you. You took me to a place I never knew. So take my hand into the great unknown, and I'll never let go. The fire and stone in places unknown. I'll never let go. I'll never let go. The fire and stone in places unknown. I'll never let go. I'll never let go. I thought I'd seen it all till I saw you. London in the fall in Paris too. നമസ്കാരം. കെവിൻ ചേട്ടൻ്റെയും ലിഷ്മ ചേച്ചിയുടെയും കല്യാണ സ്ഥലം സ്വീകരിച്ച് ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും പുതുശ്ശേരി കുടുംബത്തിൻ്റെയും കൂട്ടാല കുടുംബത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ചേട്ടനും ചേച്ചിയും ഉടനെ തന്നെ സ്റ്റേജിലേക്ക് വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നെത്തിയിരിക്കുന്ന ഫാദർ പോൾ കൂട്ടാല, ഫാദർ വിൻസെന്റ് പുതുശ്ശേരി, ഫാദർ മാർട്ടിൻ പുതുശ്ശേരി, ഫാദർ ഡോക്ടർ എബ്രഹാം നെല്ലിക്കൽ, ഫാദർ ജോൺ ചൂരപ്പുഴ, ഫാദർ ജിനോജ് പാലത്തടത്തിൽ, ഫാദർ ജോർജ് ആലുക്ക ആൻഡ് ഫാദർ ബാബു ചക്കിയത്ത്, എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അതോടൊപ്പം കേരളത്തിൽ നിന്ന് ചേട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണം കൂടാൻ ഇവിടെ വരെ യാത്ര ചെയ്തെത്തിയ എല്ലാവർക്കും സ്വാഗതം. ബ്രൈഡ് ആൻഡ് ഗ്രൂം കെവിൻ ചേട്ടൻ ആൻഡ് ലിഷ്മ ചേച്ചി ഇവിടെ എത്തിയിരിക്കുകയാണ്.
അപ്പൊ ചേട്ടനും ചേച്ചി ഇവിടെ എത്തിയിരിക്കുകയാണ്. ചേട്ടാ ചേച്ചി, നിങ്ങളെ രണ്ടുപേരെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഉത്തമ ഗീതത്തിലെ ഒരു വാക്യം ഓർമ്മയാണ്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. ചേട്ടാ ചേച്ചി, കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പം ചേട്ടൻ UK സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് ജോലി ചെയ്യുന്നു. ചേച്ചി കാനഡയിൽ ലെൻഡിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായിരുന്നു, എന്നാലും അവരുടെ ഹൃദയം എപ്പോഴും ഒരുമിച്ചായിരുന്നു, അല്ലെ ചേട്ടാ ചേച്ചി? അങ്ങനെ അവർ ഫൈനലി ഒന്നിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേക സന്തോഷം അവരുടെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ഇവർ ഒന്നിച്ചാണ്. ഇവരുടെ ഈ മനോഹര തുടക്കത്തിന് സാക്ഷികളാവാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. സ്നേഹത്തിൻ്റെയും പുഞ്ചിരിയുടെയും കൈകോർത്ത് മുന്നോട്ട് പോകുന്ന ഇവരുടെ യാത്ര എന്നും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ. ഇനി നമ്മൾക്ക് ഇവരുടെ പേരൻസിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, ഇനി മുന്നോട്ടും ഇവരുടെ കൂടെ ഉണ്ടാവുന്ന ഇവരുടെ പേരൻസിനെയും സിബ്ലിങ്സിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ കെവിൻ ചേട്ടൻ്റെ പേരൻസ് സെബാസ്റ്റ്യൻ പുതുശ്ശേരി ആൻഡ് സിനി സെബാസ്റ്റ്യൻ, പപ്പനും മമ്മീനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പപ്പ ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്, മമ്മി ഹൗസ് വൈഫാണ്. ചേട്ടൻ്റെ സഹോദരൻ കാസ്റ്റിൻ സെബാസ്റ്റ്യൻ, കാസ്റ്റിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാസ്റ്റിൻ UK ക്യാൻസർ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കെവിൻ ചേട്ടൻ്റെ ഗ്രാൻഡ് പേരൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അവരിവിടെ താഴെ തന്നെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ലിഷ്മ ചേച്ചിയുടെ പേരൻസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ഏലിയാസ് കൂട്ടാല ആൻഡ് ലില്ലി കൂട്ടാല, അങ്കിളിനെ ആൻറ്റീനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്കിൾ ഒരു നല്ല കർഷകനാണ്, ആൻറ്റി ഒരു ഹൗസ് വൈഫാണ്. ഇനി ഞാൻ ലിഷ്മ ചേച്ചിയുടെ പേപ്പൻ ഫാദർ പോൾ കൂട്ടാല, അച്ഛനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛൻ ഫാത്തിമ മാതാ ചർച്ച് ചുങ്കക്കുന്നിലെ അവിടുത്തെ വികാരി അച്ഛനാണ്. ചേച്ചിയുടെ അമ്മച്ചി റോസി, അമ്മച്ചീനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ചേച്ചിയുടെ സഹോദരൻ ലിൻസൺ ചേട്ടൻ ആൻഡ് വൈഫ് ധന്യ ചേച്ചി, രണ്ടുപേരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് ഞാൻ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അവിടുന്ന് രേഖപ്പെടുത്തി മനുഷ്യൻ ഏകനായിരിക്കുന്നു എന്നല്ല, അതിന് നിനക്ക് ചേർന്ന തുണയെ ഞാൻ നൽകും. അനാദിയിലെ അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് പരിശുദ്ധവും പരിപാവനമായ വിവാഹം എന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയമുള്ള കെവിനെയും ലിഷ്മയെയും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായിട്ട് ആശീർവദിക്കണമേ. വിവാഹം എന്ന കൂദാശയിലൂടെ ഈ രണ്ട് മക്കളെയും കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവരിന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ വിവാഹ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് അവിടുന്ന് ഇടവരുത്തണമേ. പരിശുദ്ധമേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും.
നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ മെഴുകുതിരികൾ രണ്ട് വ്യക്തികളെ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളെയും ഒരു സ്നേഹബന്ധത്തിലേക്ക് ഒന്നിപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. അപ്പം ചേട്ടൻ മൊത്തം 6 തിരികളുണ്ട്. ചേട്ടനും ചേച്ചിയും സെന്ററിലുള്ള തിരി കത്തിക്കണം. പിന്നെ കെവിൻ ചേട്ടന്റെ പേരൻസ്, പിന്നെ ലിഷ്മ ചേച്ചിയുടെ പേരൻസ്, പിന്നെ ഇവരുടെ സിബ്ലിങ്സ്, പിന്നെ പോളച്ചനും അമ്മച്ചിയും കൂടി എല്ലാം കത്തിച്ച് അങ്ങനെ നമുക്ക് യൂണിറ്റി കാൻഡിൽ ലൈറ്റിംഗ് തുടങ്ങാം. I'll be forever by your side. I'll be the safest place for you to hide. Your love makes me feel alive. I'll be forever by your side. I'd swim across the ocean wide. I'd climb the tallest mountain.
I forget I wasn't listening. Forget all familiar things. Sun-soaked shores, lost in the evening rain. You're all I wanted, all I wanted. You're all I wanted, all I wanted. Don't get up. Never, please. Elegant, safe place for me to remember all the brilliant things. Brushstroke skies tucked behind cityscapes. You're all I wanted, all I wanted. You're all I Don't get up. Love speak. I forget I wasn't listening. You're all I wanted, all I wanted. You're all I കണ്ണിൽ കണ്ണിൽ നാടി ചെത്തി നക്ഷത്ര പക്ഷി നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണു വെച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ കഴിഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം വിജയ്ക്ക്
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹസ്വരൂപനായ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങ് ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. വിവാഹം എന്ന കൂദാശ വഴിയായി കെവിനെ ലീഷ്മയും കർത്താവേ, അങ്ങ് വിവാഹ ജീവിതത്തിലേക്ക് വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. വിവാഹം എന്ന കൂദാശ വഴി കുടുംബ ജീവിതത്തിലേക്ക് ഇന്നവർ കാലെടുത്ത് വച്ചിരിക്കുകയാണല്ലോ കർത്താവേ. അങ്ങ് തന്നെയാണ് ഇവരെ വിളിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത്. നിന്റെ കൃപ ഈ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണം. വിശുദ്ധ പൗലോസ്ലീഹായുടെ അങ്ങ് പറഞ്ഞുവല്ലോ, നിനക്ക് എൻ്റെ കൃപ മതി എന്ന്. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അങ്ങയുടെ കൃപയാണ് ആവശ്യം. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ മക്കളെ പ്രത്യേകമായിട്ട് നിറയ്ക്കണമേ. കുടുംബജീവിതത്തിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളും സംതൃപ്തിയും സമാധാനവും എല്ലാം അനുഭവിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങ് ഈ മക്കളുടെ കൂടെ ആയിരിക്കുവാനുമുള്ള കൃപയുണ്ടാകണമേ എന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലൂടെ നീളം അങ്ങ് കൂടെ ഉണ്ടായിരിക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അമ്മേ മഹാവി, ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മധ്യസ്ഥ അപേക്ഷിക്കണമേ. കാനായാലും കുടുംബത്തിലെ നിറവുകളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് അങ്ങ് മധ്യസ്ഥാപേക്ഷ പ്രാർത്ഥിച്ചതുപോലെ മക്കളുടെ ജീവിതത്തിലും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മേ മാതാവെ, നീ ഇടപെടുകയുടെ കൂടെ ഉണ്ടായിരിക്കുകയും നീലങ്കിയിൽ പൊതിഞ്ഞവർക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നമ്മുടെ കർത്താവ്
ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്കും. Well, you looked me in the eyes and you said it, and your face can say it all, so I know you meant it. And if I lose my way